نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ 7ാമത്തെ ദർസിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഫസ്ല് എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും ഉടനെ ഉത്തരം കിട്ടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പൊ അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമോ അതൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ഫലം ലഭിക്കുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അതിലേക്കാണ് ഇനി സൂചന നൽകുന്നത്. ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഫസ്ലുൻ, അടുത്ത ഒരു ഫസ്ലിലേക്കാണ് പ്രവേശിക്കുന്നത്. വഇദാ ജമഅ അദ്ദുആഉ ഹുദൂറൽ ഖൽബി വജംഇയ്യതഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ് وصادف وقتا من أوقات الإجابة الستة وهي الثلث الأخير من الليل وعند الأذان وبين الأذان والإقامة وأدبار الصلوات المكتوبات وعند صعود الإمام يوم الجمعة على المنبر حتى تقضى الصلاة وآخر ساعات بعد العصر من ذلك اليوم وصادف خشوعا في القلب وانكسارا بين يدي الرب وذلا له وتضرعا ورقة واستقبل الداعي القبلة وكان على طهارة ورفع يديه إلى الله تعالى وبدأ بحمد الله والثناء عليه ثم ثنى بالصلاة على محمد عبده ورسوله صلى الله عليه وسلم ثم قدم بين يدي حاجته التوبة والاستغفار ثم دخل على الله وألح عليه في المسألة وتملقه ودعاه رغبة ورهبة وتوسل إليه بأسمائه وصفاته وتوحيده وقدم بين يدي دعائه صدقة فإن هذا الدعاء ഇതുവരെ പറഞ്ഞത് വിശേഷണമാണ്, ഒരു പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട വിശേഷം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, فإن هذا الدعاء തീർച്ചയായും ഈ പ്രാർത്ഥന ലാ യകാദു യുറദ്ദു അബദ, ഒരിക്കലും അല്ലാഹു തടയുകയില്ല, ഒരിക്കലും അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. വലാ സിയമ ഇൻ സാദഫൽ അദ്ഇയ അല്ലതി അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മദിന്നത്തുൽ ഇജാബ. പ്രത്യേകിച്ചും പ്രാർത്ഥനയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയങ്ങളുണ്ട്. സമയങ്ങളുമായി പ്രാർത്ഥന യോജിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. അതല്ല, പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ നാമങ്ങൾ അൽ അസ്മാ ഉൽ ഹുസ്നയിൽ അഅളമായ അൽ അസ്മാ ഉൽ ഹുസ്ന അത് വെച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതായി പറയുന്നത്, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇബ്നുൽ ഖയ്യിം സൂചിപ്പിച്ചത്. വഇദാ ജമഅ അദ്ദുആഉ ഹുദൂറൽ ഖൽബി. ഹുദൂറുൽ ഖൽബാണ് ഒന്നാമത്തെ വിഷയം. ഹുദൂറുൽ ഖൽബ് എന്ന് പറയുമ്പോൾ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. അതായത് മനസ്സ് ആ പ്രാർത്ഥനയോട് ഇണങ്ങിയിരിക്കണം. നമ്മുടെ മനസ്സ് എവിടെയാണ്, നമ്മൾ പ്രാർത്ഥനയുടെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, എന്നാൽ മനസ്സ് മറ്റു പല സ്ഥലങ്ങളിലുമാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥന തടയപ്പെടാൻ അത് കാരണമാകും. അപ്പൊ
അതുകൊണ്ട് ഒന്നാമതായി ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും വളരെ ശ്രദ്ധാപൂർവം നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണ്, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാകണം, ഉണർവുണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന ബോധ്യം ഉണ്ടാകണം. അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം കൂടി നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം, നമ്മുടെ ഹൃദയം അത് വളരെ ശ്രദ്ധയോടുകൂടി അള്ളാഹുവിലേക്ക് തിരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഹൃദയം അശ്രദ്ധമായി പോകരുത്. ഹൃദയം അശ്രദ്ധമായി പോയി കഴിഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുക. അതുകൊണ്ട് ഒന്നാമത്തേത് ഹുദൂറുൽ ഖൽബ്, ഹൃദയത്തിന്റെ സാന്നിധ്യമാണ്. രണ്ടാമത്തേത് വജംഇയ്യതഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ്, എന്തൊരു കാര്യമാണോ അവൻ തേടുന്നത് ആ കാര്യം കൃത്യമായി അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിനോട് തേടണം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹുവിനോട് തേടുമ്പോൾ ആ ആവശ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിനോട് തേടാൻ നമുക്ക് സാധിക്കാം. അതാണ് രണ്ടാമത്തെ നിബന്ധനയായി പറയുന്നത്. ഒന്നാമത്തേത് ഹുദൂറുൽ ഖൽബാണ്. രണ്ടാമത്തേത് നമ്മൾ തേടുന്ന കാര്യം, ആ തേടുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരമപ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. 6 സമയങ്ങളാണ്. എപ്പോഴും ഈ 6 സമയങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. 6 സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പലപ്പോഴും നമ്മൾ വേവലാതികൾ പറയുന്നുണ്ട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല എന്ന്. പക്ഷെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടാൻ ഉതകുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സമയം നമ്മൾ പ്രതീക്ഷിച്ച് ആ സമയം കാത്തു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് 6 സമയങ്ങളാണ്. അതിൽ ഒന്നാമത്തേതും ഏറ്റവും അഫ്ദലായ സമയവും അസ്തുലുസുൽ അഖീറു മിനൽ ലൈലി, രാത്രിയുടെ അവസാനത്തെ സമയം. രാത്രിയുടെ അവസാനത്തെ സമയം ആരെങ്കിലും ഒരാൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. രണ്ടാമത്തേത് വഇൻദൽ അദാൻ, ബാങ്കിന്റെ സന്ദർഭം. മൂന്നാമത്തേത് വബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. ഇവിടെ രണ്ടാമത്തെ സമയവും മൂന്നാമത്തെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില ആളുകളെങ്കിലും അത് മനസ്സിലാക്കാതെ പോകാറുണ്ട്. ഇന്ദൽ അദാൻ, ബാങ്കിന്റെ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്ക് കഴിഞ്ഞ തൊട്ടുടനെയാണ്. ബാങ്ക് കഴിഞ്ഞു, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് ഉടനെ തന്നെ പ്രാർത്ഥിക്കുക, അതാണ് ബാങ്കിന്റെ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന. എന്നാൽ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന, ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് എന്നാൽ ഇഖാമത്തിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയുള്ള സമയമാണ് വബൈനൽ അദാനി വൽ ഇഖാമ. അതുകൊണ്ട് 2 സമയവും വ്യത്യാസമുണ്ട്. പല ആളുകൾക്കും ബാങ്കിന്റെ തൊട്ട് ശേഷമുള്ള സമയം പല ആളുകളും ഉപയോഗപ്പെടുത്താറില്ല. അപ്പൊ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദുആ ചൊല്ലുന്നു ബാങ്കിന് ശേഷമുള്ള, എന്നിട്ട് തൊട്ടുടനെ തന്നെ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തേടുന്നു. അത് കഴിഞ്ഞിട്ട് തേടുന്നത് അത് അൽ അദാൻ വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്തിലേക്കാണ് ചേർത്തപ്പെടുക. അപ്പൊ അതുകൊണ്ട് 3 സമയങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന് രാത്രിയുടെ അവസാനത്തെ സമയം, മറ്റൊന്ന് ബാങ്കിന്റെ സന്ദർഭം, 3 ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ആ സമയം. അടുത്തൊന്ന് വഅദ്ബാരി സ്വലവാത്തിൽ മക്തൂബ, 4-മത്തേത് 5 വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള സമയം. നിസ്കാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അദ്ബാറു സ്വലവാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അവസാനത്തെ തശഹുദിൽ ഇരിക്കുന്ന സന്ദർഭത്തിലെ ഏറ്റവും അവസാനത്തെ സമയത്തുള്ള പ്രാർത്ഥനയാണ്. അല്ലാതെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ളതല്ല, മറിച്ച് നിസ്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ തശഹുദിലുള്ള പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. 5-മത്തേത് വഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുമുഅ അലൽ മിംബർ ഹത്താ തുഖ്ദ സ്വലാ, ജുമുഅ ദിവസം ഇമാം മിംബറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം. അപ്പോൾ നിസ്കാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അവിടെ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് തേടാം. ഇതാണ് 5-മത്തെ സമയമായി പറയപ്പെടുന്നത്. 6-മത്തേത് വഇൻദ വആഖിറു സഅത്തിൻ ബഅദൽ അസ്രി മിൻ ദാലിക്കൽ യൗം, ജുമുഅ ദിവസം തന്നെ, വെള്ളിയാഴ്ച ദിവസം തന്നെ അസർ കഴിഞ്ഞ് മഗ്രിബിനോടടുത്ത സമയം, അസർ കഴിഞ്ഞ് എന്നാൽ മഗ്രിബിനോടടുത്ത സമയം, ആ സമയത്തുള്ള പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇതാണ് 6 സമയങ്ങൾ. ഈ 6 സമയങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ 6 സമയങ്ങളാണ്. ഈ 6 സമയങ്ങളോടൊപ്പം തന്നെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. നമ്മൾ തേടുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകും. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. 1 ഹൃദയ സാന്നിധ്യം, 2 തേടപ്പെടാൻ പോകുന്ന വിഷയം, ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം, 3 ഏത് സമയത്താണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, 4-മത്തേത് വസാദഫ ഖുശൂഅൻ ഫിൽ ഖൽബ്. ഹൃദയ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കുറച്ചും കൂടി ഉന്നതമായ നിലവാരം പുലർത്തുന്നതാണ്. നമ്മുടെ ഹൃദയം നല്ല പേടി ഉണ്ടാകണം, ഹൃദയത്തിന് അങ്ങേയറ്റത്തെ ഖുശൂ ഉണ്ടാകണം. ഖുശൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഖുശൂഅോട് കൂടിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. 5-മത്തേത് വൻകിസാറൻ ബൈന യദൈ റബ്ബ്. അള്ളാന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്ന നിലക്ക്, ഒന്നുമല്ല റബ്ബേ, നീ തന്നാൽ മാത്രമേ എനിക്ക് എന്റെ കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ, എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അള്ളാന്റെ മുമ്പിൽ അങ്ങേയറ്റം കീഴൊതുങ്ങിക്കൊണ്ട്, അങ്ങേയറ്റം താഴ്ന്നുകൊണ്ട് തേടണം എന്നുള്ളതാണ്. ഒരു അടിമ യജമാനനോട് എത്ര കണ്ട് താഴുന്നോ അതിനേക്കാളും എല്ലാം അപ്പുറം അള്ളാന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്ന നിലക്ക് റബ്ബേ നീ തന്നെയാണ് എല്ലാം, എനിക്ക് നീ ഇതെന്തായാലും തന്നേ മതിയാകൂ എന്ന നിലക്ക് അള്ളാന്റെ മുമ്പിൽ ഒന്നുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. വദുല്ലഹു, വീണ്ടും പറയാം, ദുല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിന്യത. അള്ളാന്റെ മുമ്പിൽ നിന്യതയോടുകൂടി തേടുക. വതദർറുഅൻ വരിഖ, വിനയത്തോടെ ലോലതയോട് കൂടി തേടുക. വസ്തഖ്ബല ദാഇ അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. വകാന അലാ തഹാറ, ഇതെല്ലാം എങ്ങനെയായിരിക്കണം? ത്വഹാറത്തോടു കൂടി ആയിരിക്കണം, ശുദ്ധി ഉണ്ടാകണം. വറഫഅ യദൈഹി ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഇരു കൈകളും ഉയർത്തണം. ഹദീസിൽ വന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി അൻ യർഫഅ ഇലൈഹി യദൈഹി ഫയറുദ്ദഹുമാ സിഫ്റ ഔ ഖാല ഖായിബതൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കാൻ, അള്ളാഹു എങ്ങനെയാണ് ഒരു അടിമയുടെ പ്രാർത്ഥനയെ കാണുന്നത് എന്ന്. തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, അവൻ അങ്ങേയറ്റത്തെ ലജ്ജയുള്ളവനാണ്, കാരുണ്യവാനാണ്, മാന്യനാണ്. അവന്റെ അടിമ അവനോട് ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കൈകളെ വെറുതെ മടക്കി അയക്കുക എന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ലജ്ജിക്കുന്നു എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാതെ, ഉത്തരം കൊടുക്കാതെ മടക്കി അയക്കുക എന്നുള്ളത് ലജ്ജിക്കുന്നു. ആ ഹദീസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ വിഷയമാണ് ഇരു കൈകളും ഉയർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇരു കൈകളും ഉയർത്തി വബദഅ ബിഹംദില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. വസ്സനാഇ അലൈഹി, അവനെ പുകഴ്ത്തുക. സുമ്മ സന്നാ ബിസ്സലാത്തി അലാ മുഹമ്മദിൻ അബ്ദിഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലണം, ഹംദ് പറയണം, അള്ളാഹുവിനെ പുകഴ്ത്തണം. ശേഷം നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി തന്റെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു എന്നാണ്. പക്ഷെ ലം യുമജ്ജിദില്ലാഹ തആല, അള്ളാഹനെ പുകഴ്ത്തിയിട്ടില്ല. വലം യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജില ഹാദാ, ഇവൻ ധൃതി കാണിച്ചിട്ടുണ്ട്. ثم دعاه فقال له أو لغيره إذا صلى أحدكم, എന്നിട്ട് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്നിട്ട് അവനോടും മറ്റുള്ള ആളുകളോടുമായി കൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യബ്ദ ബിതംജീദി റബ്ബിഹി അസ്സ വജല്ല വസ്സനാഇ അലൈഹി, അവൻ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കട്ടെ. സുമ്മ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് നബിയുടെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യട്ടെ. സുമ്മ യദ്ഉ ബഅദു ബിമാ ശാഅ, പിന്നെ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തേടിക്കൊള്ളട്ടെ എന്നാണ്. അബൂദാവൂദിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹുവിനെ പുകഴ്ത്താതെ,
നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെയുള്ള പ്രാർത്ഥന ധൃതിയോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ് എന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് പറയുന്നത് ثم قدم بين يدي حاجته التوبة والاستغفار. അവൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ثم قدم بين يدي حاجته التوبة والاستغفار. നമ്മളൊരു കാര്യം തേടാൻ പോകാൻ ഹംദ് പറഞ്ഞു, സ്വലാത്ത് പറഞ്ഞു, അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യം തേടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൗബ ചെയ്യാം. അള്ളാഹുവിനോട് പൂർണ്ണമായ നിലക്ക് തൗബ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ എല്ലാ ആളുകളും അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നിങ്ങൾ എല്ലാ വേണ്ടത് മുഅ്മിനീങ്ങളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാമെന്ന്. അപ്പൊ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഇസ്തിഗ്ഫാർ ഒക്കെ ചൊല്ലി എന്നിട്ട് അടുത്ത സുമ്മ ദഖല അലല്ലാഹ്, പിന്നീട് അള്ളാഹുവിലേക്ക് പ്രവേശിക്കുക, പിന്നീട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. വഅലഹ അലൈഹി ഫിൽ മസ്അല, പ്രാർത്ഥനയിൽ ഇൽഹാ ഉണ്ടാകണം. ഇൽഹാ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് അള്ളാഹുവിനോട് ആ കാര്യം തേടിക്കൊണ്ടേയിരിക്കുന്ന സ്വഭാവം. വതമല്ലഖഹു, തമല്ലഖ എന്ന് പറഞ്ഞാൽ വതദറഅഹു, വിനയം ഉണ്ടാവുക, കീഴൊതുങ്ങുക. വദഅഹു റഗ്ബതൻ വറഹ്ബ, നല്ല പ്രതീക്ഷയോടുകൂടി നല്ല ഭയപ്പാടോടുകൂടി തേടണം. പിന്നീട് വതവസ്സല ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി വതൗഹീദിഹി, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കൊണ്ട് തൗഹീദിനെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. വഖദ്ദമ ബൈന യദൈ ദുആഇഹി സ്വദഖ, പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ സ്വദഖ കൊടുക്കണം എന്ന് പറയാം. അപ്പൊ ഇവിടെ ഭയപ്പാടോടുകൂടി പ്രാർത്ഥിക്കണം, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സൂറത്തുൽ അംബിയയിലെ 90-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ, അവർ നന്മകളിൽ മുന്നേറുന്ന ആളുകളാണ്. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? റഗബൻ വറഹബ, പേടിച്ചുകൊണ്ടാണ്, ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. വകാനൂ ലനാ ഖാശിഈൻ, അവര് നമ്മോട് ഭയങ്കര പേടിയുള്ള ആളുകളാണ് എന്ന് അള്ളാഹു പറയാം. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കൊണ്ട് തവസ്സുല് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഒന്നുകിൽ അള്ളാഹുവിനോട് അവന്റെ നാമങ്ങൾ വെച്ച്, അവന്റെ റഹ്മാൻ എന്ന നാമം വെച്ചൊക്കെ അള്ളാഹുവിനോട് തേടുക. ഏത് നാമങ്ങളെ കൊണ്ട് തേടിയാലും എല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളാണ്, അത് അത്യുന്നതമാണ് എന്ന് പഠിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ നല്ല നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ തൗഹീദ് മുൻനിർത്തിക്കൊണ്ടും പ്രാർത്ഥിക്കുക. തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. അതേപോലെ തന്നെ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക എന്നിങ്ങനെയുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇതൊക്കെ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയുന്ന എന്താ? ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പ്രാർത്ഥനയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എന്നിട്ടോ സ്വദഖ കൊടുക്കണം. തഖ്ദീമുസ് സ്വദഖതി ബൈന യദൈ, ഇതിന് പ്രത്യേകം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് നന്മ ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വദഖയെ കുറിച്ച് പറയുന്നത് തുത്ഫിഉ ഗളബർ റബ്ബ്, അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുന്നതാണ് സ്വദഖ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോപം ഇല്ലാതിരിക്കാൻ, അള്ളാഹു ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവനെന്ത് ചെയ്യാം? സ്വദഖ കൊടുക്കാമെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പോയിട്ട് നമ്മൾ സ്വദഖ കൊടുക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് സ്വദഖ കൊടുക്കുന്ന ആളായിരിക്കണം, സ്വദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു അടിമയായിരിക്കണം എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അതല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സ്വദഖ എടുത്തു വെച്ച് സ്വദഖ കൊടുക്കുക എന്നല്ല ഉദ്ദേശം. മറിച്ച് നമ്മൾ സ്വദഖ, നിത്യവും സ്വദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പ്രാർത്ഥന സ്വീകരിക്കുക എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അത് ഓരോന്നും എണ്ണി പറയണം. ഒന്നും കൂടി, ഒന്നാമത്തേത് ഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം. രണ്ടാമത്തേത് അവൻ തേടാൻ പോകുന്ന ആവശ്യം അത് അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് കൃത്യമായി മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തേടുക. പിന്നീട്
6ഓളം സമയങ്ങളുണ്ട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ. ആ സമയങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് രാത്രിയുടെ ഏറ്റവും അവസാനത്തെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മൻ യദ്ഊനി ഫഅസ്തജീബു ലഹ്, അള്ളാഹു ചോദിക്കുന്നതാണ്, എന്നോട് ആരാണ് പ്രാർത്ഥിക്കുന്നത് അവൻ ഞാൻ ഉത്തരം നൽകാം. മൻ യസ്അലുനി ഫഉഅതിയ, എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹ്, എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ ഞാൻ അവന് ഇസ്തിഗ്ഫാറിന് പാപമോചനം കൊടുക്കും, അവന്റെ പാപം പുറത്തു കൊടുക്കും. രണ്ടാമത്തേത് ബാങ്കിന്റെ സന്ദർഭത്തിലാണ്. ബാങ്കിന്റെ സന്ദർഭം എന്ന് പറയുമ്പോൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് ഇന്നൽ മുഅദ്ദിനീന യുഫദ്ദിലൂനന, ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്, ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം ഒരാൾക്ക് മാത്രമേ ബാങ്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖുൽ കമാ യഖൂലൂൻ, അവർ പറയുന്നത് പോലെ നിങ്ങൾ പറയാം. അവര് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലുന്നത്, എന്താണോ പറയുന്നത് അത് നിങ്ങളും ആവർത്തിച്ച് പറയാം. ഫഇദൻ തഹൈത ഫസൽ തുഅത, ബാങ്ക് കഴിഞ്ഞാൽ നീ അള്ളാഹിനോട് തേടുക, അള്ളാഹ് നിനക്ക് ഉത്തരം നൽകുമെന്ന് പറയാം. മൂന്നാമത്തേത് ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നാലാമത്തേത് സലാം വീട്ടുന്നതിന് മുമ്പായിട്ടുള്ള നിസ്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയത്തെ ഉപയോഗപ്പെടുത്തുക. അഞ്ചാമത്തേത് ജുമുഅയിൽ ഇമാം മിമ്പറിലേക്ക് കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെ. ആറാമത്തേത് ജുമുഅ ദിവസം മഗ്രിബിനോടടുത്ത അസറിന്റെ സമയം, ആ സമയത്ത്, അതായത് പ്രത്യേകം ഹദീസിൽ വന്ന വിഷയമാണ്, ജുമുഅ ദിവസം ഒരു സമയമുണ്ട്, ആരെങ്കിലും ആ സമയത്ത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കുന്നുള്ളത്. ഖുശൂ ഉണ്ടാകണം, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന തോന്നലുണ്ടാകണം, ഖിബലയിലേക്ക് മുന്നിടണം, അവന്റെ ഇരു കൈകളും ഉയർത്തണം, അള്ളാഹുവിനെ സ്തുതിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം, തൗബ ഇസ്തിഗ്ഫാർ ഇതൊക്കെ തേടണം. എന്നിട്ടാണ് അവൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ആവർത്തിച്ച് അള്ളാഹിനോട് തേടണം. വിനയം ഉണ്ടാകണം, പേടി ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടണം, അവന്റെ തൗഹീദിനെ മുൻനിർത്തണം, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകും. ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചർച്ചക്ക് കൊണ്ടുവരുന്ന വിഷയം, നമ്മളിവിടെ നാമഗുണവിശേഷണങ്ങളെ മുൻനിർത്തണം, തൗഹീദിനെ മുൻനിർത്തണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നാമഗുണ വിശേഷണങ്ങളെ മുൻനിർത്തണം എന്ന് പറയുമ്പോൾ, അള്ളാഹിന്റെ നാമത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഏതാണ് അള്ളാഹുവിന്റെ അത്യുന്നതമായ നാമം എന്ന ചർച്ചയാണ് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. ഓരോ ഹദീസും ആ വിഷയത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഓരോ ഹദീസിന്റെയും ലഫ്ളിലേക്ക് പോകാതെ അതിന്റെ ആശയം മാത്രം ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു ഷർഹാണ് ഉദ്ദേശിക്കുന്നത്. നീണ്ട ഷർഹ് ഈ കിതാബ് വായിച്ചു തീർക്കാന്നൊക്കെ പറയുന്നത് അത് വളരെ സമയം നമുക്ക് എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചു സമയത്ത് എന്നാൽ ആ കിതാബിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ആശയങ്ങൾ പറഞ്ഞു പോവുകയാണ്. എല്ലാ ഹദീസും വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ പുസ്തകം, ഈ കിതാബ് തീരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകൂല. അത് നമുക്കൊരു പ്രയാസം സൃഷ്ടിക്കും. മറിച്ച് സമയം വളരെ കുറവാണ് നമുക്കുള്ളത്. മറ്റു പല അറിവിന്റെ ശാഖകളും നമുക്ക് കരസ്ഥമാക്കാനുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്ത് ഒരുപാട് നേടുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അത്യുന്നതമായ നാമം ഏത് എന്ന ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ പല ഹദീസുകളും പല നാമങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഖിലാഫ് ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നല്ല ഇഖ്തിലാഫ് ആ വിഷയത്തിലുണ്ട്. പക്ഷേ ചില ഹദീസുകൾ മുൻനിർത്തിക്കൊണ്ട് ചില പണ്ഡിതന്മാർ അതിനെ കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതാണ് ആദ്യം വരുന്നത്, ഏതാണ് പിന്നീട് വരുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറയുന്നത് ഒന്ന് അള്ളാഹു എന്ന നാമമാണ്. യാ റബ്ബ് എന്ന് തേടുന്നതിന് പകരം അള്ളാഹുവേ നിനക്ക് നൽകണ യാ അള്ളാഹ് എന്ന് മുൻനിർത്തി തേടുക, അതാണ് ഒന്ന്. രണ്ടാമത്തേത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന അള്ളാഹുവിന്റെ നാമമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തർജീഹ് ചെയ്യുന്നത്, പ്രബലപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ അത്യുന്നതമായ നാമങ്ങളിൽ അദ്ദേഹം എണ്ണുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമമാണ്. എന്നാൽ ചില ആളുകൾ അള്ളാഹു എന്ന നാമത്തെയും എണ്ണിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ ഹദീസിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ആ ഹദീസിന്റെ മൊത്തം
ചർച്ച, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച മാത്രം സൂചിപ്പിക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അദീം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ വഇദാ സുഇല ബിഹി അഅതാ. അല്ലാഹുവിന്റെ അത്യുന്നതമായ നാമത്തിന്റെ പ്രത്യേകത പറയാം. അതുമൂലം തേടിക്കഴിഞ്ഞാൽ അവന് ഉത്തരം കിട്ടും, അതുമൂലം ചോദിച്ചാൽ അവന്റെ ചോദ്യത്തിന് അള്ളാഹു മറുപടി കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു എന്ന നാമവും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമവും നമ്മൾ എപ്പോഴും അത് വെച്ചുകൊണ്ട് അൽ ഹയ്യു അൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, അള്ളാഹുവേ എന്നിങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതിന്റെ ഉദ്ദേശം എന്താ? ഇപ്പൊ നാമങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നാമങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഏത് നാമവും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏറ്റവും മുൻനിരയിലുള്ള നാമങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അടുത്തത് തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന വിഷയമാണ്. അവിടെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ഒരു ഹദീസ് കൊടുക്കുന്നത് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹിയും മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റഹിമഹുല്ലയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഹദീസ് ഉദ്ധരിക്കുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവതു ദിന്നൂൻ ഇദാ ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് തൊട്ടുടനെ പറയുന്നത് ഇന്നഹു ലം യദ്ഉ ബിഹാ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു. ഒരാൾക്ക് ഒരാവശ്യമുണ്ട്, അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ആവശ്യം അള്ളാഹുവിനോട് ഉയർത്തുന്നതെങ്കിൽ അള്ളാഹു എന്തായാലും സ്വീകരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ നാമത്തെ മുൻനിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിനെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും ഉയർത്തുന്നുണ്ട്. സുബ്ഹാനക്, അള്ളാഹു ഇനി അത്യുന്നതനാണ്. മൂന്നാമത്തേത് അൽ ഇഅ്തിറാഫു ബിത്തഖ്സീർ, ഞങ്ങളൊന്നുമല്ല റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറയാം. അതാണ് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പൊ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, തൗഹീദ് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, റബ്ബേ ഇന്ന കാര്യം എനിക്ക് നേടിത്തരണേ, എനിക്കത് എളുപ്പമാക്കി തരണേ എന്ന് ആ ആയത്ത്, ആ ദുആ ചൊല്ലിയതിനു ശേഷം നമ്മുടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതേ വിഷയത്തിൽ, ആ പ്രാർത്ഥനയുടെ വിഷയത്തിൽ തന്നെ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് ദഈഫാണ്. ആ ഹദീസിൽ ചില ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അത് തസ്ഹീഹ് ചെയ്തിട്ടുണ്ട്, സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ, അല്ലാഹു യർഹമു, അദ്ദേഹം ദഈഫാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ആ പ്രാർത്ഥന നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ദഈഫിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫഅയ്യുമാ മുസ്ലിമിൻ ദആ ബിഹാ ഫീ മർദിഹി 40 മറ. ആ പ്രാർത്ഥനയെ കുറിച്ച് പറയണം. ആരെങ്കിലും ഒരാൾ ആ പ്രാർത്ഥന 40 വട്ടം പറഞ്ഞാൽ ഫമാത ഫീ മർദിഹി ദാലിക ഉഅതിയ അജ്റ ഷഹീദ്, അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. ഏത് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ വഇൻ ബറഅ മഗ്ഫൂറൻ ലഹു. ഇനി അവന് ആ രോഗം അത് ശിഫയായി, ആ രോഗത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ അവൻ രക്ഷപ്പെടുന്നത് അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട നിലയിലാണ്. അതേ രോഗത്തോടുകൂടി മരിക്കുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. ഇത് പ്രാർത്ഥിക്കേണ്ടത് 40 ദിവസമാണെന്നാണ്. പക്ഷെ ഈ ഹദീസ് ദുർബലാണ്. ഹദീസ് ദുർബലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടു വന്ന ഹദീസാണ്. മനുഷ്യനാണ്, നമുക്ക് ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാറുള്ളത് എന്താ? നമ്മളത് നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരനോട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരനോട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭാര്യയോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു, എന്തെങ്കിലും വിഷമം ഉണ്ടായ, പ്രയാസം ഉണ്ടായ ഉടനെ പ്രാർത്ഥിക്കുന്ന. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അതാണ്. അതായത് ശർഈയായ വസായിലുകൾ, മാർഗങ്ങളാണ് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടത്. കാരണം ശർഈയായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, കാരണം ശർഈയായ മാർഗങ്ങൾക്ക് പൂർണ്ണമായ നിലക്ക് നമുക്ക് സമാധാനം നൽകാൻ പറ്റുള്ളൂ. ബാക്കി ഏതൊരാൾക്കും നമ്മുടെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന രൂപത്തിൽ എന്തായാലും മനസ്സിലാക്കാൻ പറ്റൂല. നമ്മൾ അനുഭവിക്കുന്ന അതേ തോതിൽ നമ്മുടെ വിഷമവും പ്രയാസവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിനാണ്.
അതുകൊണ്ട് ആ റബ്ബിലേക്കാണ് നമ്മുടെ വിഷമവും പ്രയാസവും ആദ്യം നമ്മൾ തിരിച്ചുവിടേണ്ടത്. അങ്ങനെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും നമുക്ക് റബ്ബിനോടെ പറയാൻ തോന്നുള്ളൂ, സൃഷ്ടികളോട് നമുക്ക് പറയാൻ തോന്നുകയില്ല. റബ്ബിനോട് പറഞ്ഞാൽ തന്നെ നമുക്കത് മതിയാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആയിരുന്നു എന്നാണ് നബിയുടെ ജീവിതം മൊത്തം നമുക്ക് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇൻദൽ കർബ്, റസൂലിന് പ്രയാസം ഉണ്ടാകുമ്പോൾ നബി പറയാറുണ്ടായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ഇത് നബി ഇങ്ങനെ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന. അപ്പൊ എന്തെങ്കിലും കെർബുണ്ടായ, വിഷമുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നാലോചിച്ച് നോക്ക്, വിഷമുണ്ടായിട്ട് പ്രയാസം ഉണ്ടായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? വളരെ കുറവാണ്. ചില ആളുകൾക്ക് ഇത്തരം പ്രാർത്ഥനകൾ തന്നെ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം, ഖർബിന്റെ സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലണം. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തൗഹീദാണ് പ്രാർത്ഥന മുഴുവനും. തൗഹീദാണ് പ്രാർത്ഥന മുഴുവനും. തൗഹീദാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകേണ്ടതും. സമാധാനവും തൗഹീദിൽ തന്നെയാണുള്ളത് എന്ന് മറ്റൊരു ഹദീസ്, സ്ഥിരപ്പെട്ട ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ അസ്വാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്നുൻ, ഒരാൾക്കും ഒരു പ്രയാസവും ഒരു ദുഃഖവും ബാധിച്ചിട്ടില്ല. ഫഖാല, അവൻ ബാധിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക أو علمته أحدا من خلقك أو أنزلته في كتابك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي إلا أذهب الله عز وجل همه وحزنه وأبدله مكانه فرحا. വളരെ നല്ല പ്രാർത്ഥനയാണ്. അതിന്റെ ആശയവും അർത്ഥവും തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ്. പക്ഷെ അത് നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അത്തൗഹീദാണ്. രണ്ടാമത്തേത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം. എന്താ പറയുന്നത്? റബ്ബേ, എല്ലാം നീയാണെന്നാണ്. എന്റെ ജീവിതത്തിലുള്ള എല്ലാം നീയാണ് നടപ്പിൽ വരുത്തുന്നത്. എനിക്കുണ്ടായ പ്രയാസങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ ഖദറിനെ മനസ്സിലാക്കലാണ് ചെയ്യുന്നത്. അപ്പൊ സമാധാനം മനസ്സിലേക്ക് ഉണ്ടാകും. മൂന്നാമത്തത് മഅരിഫത്തു അസ്മാഇല്ല, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നാലാമത്തത് അൽ ഇനായത്തു ബിൽ ഖുർആൻ, ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടണം. ഈ പ്രാർത്ഥന അടങ്ങിയിട്ടുള്ള ഈ 4 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തെ ഖദറിലുള്ള വിശ്വാസമാണ്, മൂന്നാമത്തെ അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനമാണ്, നാലാമത്തത് ഖുർആനുമായി അങ്ങേറ്റത്തെ ബന്ധം. ഖുർആൻ ചില ആളുകൾക്ക് കൂടുതൽ പ്രയാസം ഉള്ള ആളുകളുണ്ട്. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ കേൾക്കണം, നല്ലവണ്ണം കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. നമുക്ക് ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു വെള്ളം, മോശമായ വെള്ളം, ആ വെള്ളത്തിലേക്ക് നല്ല വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ ശുദ്ധിയായി വരും. അതുപോലെയല്ല, അതിനേക്കാളും അപ്പുറം നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ഖുർആൻ ഇങ്ങനെ കേൾക്കുന്നത് മൂലം ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും. പതുക്കെ 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 എന്ത് ചെയ്യും? നമ്മൾ ചെയ്തു വെച്ച തിന്മകളുടെ കറകൾ, നമ്മുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില തിന്മകൾ, അതൊക്കെ ഖുർആനിന്റെ പാരായണത്തിലൂടെയും അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ കുറിച്ച് റസൂൽ പറയുന്നത്, അവന്റെ പ്രയാസവും അവന്റെ ദുഃഖവും അള്ളാഹു നീക്കും, എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് സന്തോഷവും ആഹ്ലാദവും പകരമായി വെക്കുന്നതാണ്. ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിച്ചു എന്നാണ്, യാ റസൂൽ അല്ലാഹ്, ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ ഇത് പഠിക്കണ്ടേ എന്ന് ചോദിച്ചു. അവൻ നബി പറഞ്ഞു കൊടുക്കാൻ, ബല യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, അത് കേട്ട ആളുകൾക്കെല്ലാം പഠിക്കുന്ന നിർബന്ധമാണ്. അത് കേട്ട ആളുകളെല്ലാം പഠിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പൊ നമ്മളൊക്കെ ആ പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആ ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അൽഹംദുലില്ലാ, പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ അത്യുന്നതമായ നാമങ്ങൾ ഏതൊക്കെ എന്ന് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകളും
സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈ ഫസ്ലിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അള്ളാഹ്. ഇനി അടുത്ത ഒരു പുതിയ ഒരു ഫസ്ലാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ആ ഫസ്ലിൽ സൂചിപ്പിക്കുന്നത്. അതായത് ചില ആളുകൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുകൾക്ക് തോന്നും ഞാൻ പ്രാർത്ഥിച്ചത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, സ്വീകരിക്കാൻ കാരണമായത് ഇന്ന കാരണമാണ് എന്ന് തോന്നും. പക്ഷെ ആ കാരണം ആര് പഠിപ്പിച്ചതായിരിക്കൂല, അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതല്ല. പക്ഷെ അവന്റെ എക്സ്പീരിയൻസിലൂടെ തോന്നിയതായിരിക്കാം. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസിൽ തോന്നിയത് പറയാൻ പാടുണ്ടോ? ഈ എക്സ്പീരിയൻസിൽ തോന്നുക എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. ചില ആളുകൾ വിമർശിക്കാറുണ്ട്, അള്ളാഹു എന്തായാലും വിധിച്ചതല്ലേ, പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം സംശയങ്ങൾ, ചില അഖദിയായ വിശ്വാസപരമായ മസലകളൊക്കെയാണ് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മുതലുള്ള നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ വളരെ മുഖ്തസറായിട്ടാണ് എടുക്കുക. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ 1, 2, 3, 4 ഫസ്ലുകളൊക്കെ തീർക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കൊണ്ടുപോവുക. കാരണം ഏറ്റവും പ്രധാനം നമ്മുടെ സമയമാണ്. സമയം വളരെ ചുരുക്കമാണ്. ഓരോന്നും വായിച്ചു പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും. ഇവിടെയുള്ള കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും താലിബുൽ ഇൽമ ആകണമെന്നില്ല. താലിബുൽ ഇൽമ എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശം മതം മാത്രം പഠിക്കുന്ന, മറ്റു പഠനങ്ങളൊന്നും ഇല്ലാതെ ദീന് മാറ്റിവെച്ച് പഠിക്കുന്ന ആളുകളായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയത്ത് കുറെ ലഭിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത്. അതുകൊണ്ട് ആ രൂപത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് ക്ലാസ് മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കും. ശ്രദ്ധിക്കേണ്ടത്, ഓരോ ഫസ്ലും നമ്മൾ എടുക്കുമ്പോൾ ആ ഫസ്ലിന്റെ വളരെ ചുരുക്കം നമ്മൾ ആ ക്ലാസിന്റെ അവസാനത്തിൽ ഇന്ന് സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എഴുതിയെടുക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദാഉ വദ്ദവായിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അതിലൂടെ നമുക്ക് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി അവനോട് തേടുകയും ആ തേടിയതെല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആദാബുകൾ, മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.